അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ടൈം പാസിന് വേണ്ടി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് നീസി. ആ ടീം അങ്ങോട്ടേക്ക് ലിൻ എത്തുമ്പോഴും അവൾ വലിയ മൈൻഡ് ഒന്നും ചെയ്യാതെ ഗെയിം തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു ലെവൽ കടന്നു കിട്ടാനേ അവൾ നല്ലവണ്ണം പാടുപെടുന്നുണ്ട്. അവൾ അങ്ങനെ ഗെയിമിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു കളിക്കുമ്പോൾ അത് നോക്കിയിരിക്കുന്ന ലിൻ കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ലിൻ ആക്ച്വലി പോയ ശേഷമാണ് അയ്യോ ലിൻ ഇവിടെ വന്നിട്ട് പോയല്ലോ, ഞാൻ ഈ ഗെയിം കളിക്കുന്ന തിരക്കില് ലിന്നിനെ നന്നായിട്ട് മൈൻഡ് ചെയ്തില്ലല്ലോ എന്ന കാര്യം അവൾ ശ്രദ്ധിക്കുന്നത് തന്നെ. അതുകൊണ്ട് വേഗം ലിന്നിനോട് സോറി, ഞാൻ ഗെയിം കളിക്കുന്ന ആ ഒരു ഇതില് മൈൻഡ് ചെയ്യാൻ വിട്ടുപോയതാണെന്നൊക്കെ പറയുമ്പോൾ സാരമില്ല എന്ന് പറയുന്നവൻ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഗെയിം കളിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് അവളോട് പറയുന്നുണ്ട്. അതിനുശേഷം അവൻ തിരിച്ച് റൂമിലേക്ക് എത്തുന്നതാട്ടെ അവൾക്ക് വർക്ക് ചെയ്യാനായിട്ട് ലാപ്ടോപ്പും ഫയലും ഒക്കെ ആയിട്ടാണ്. ഗെയിം കളിക്കണ്ട, വർക്ക് ഇരുന്ന് ചെയ്യാനായി പറഞ്ഞ് അത് കൊടുക്കുമ്പോൾ കൂട്ടത്തി ഇങ്ങനെ ഗെയിം കളിക്കുന്നത് ബ്രെയിനിന് അത്ര നല്ലതല്ല. ആ ഗെയിം കളിക്കാൻ എടുക്കുന്ന എഫേർട്ട് വർക്ക് ചെയ്താൽ ബ്രെയിൻ കുറച്ചുകൂടെ ഫംഗ്ഷൻ ആവും എന്നൊക്കെ പറഞ്ഞവൻ അവൾക്ക് വർക്ക് ചെയ്യാൻ കൊടുത്തു. അവളെ കൊണ്ടിരുന്ന് ആ വർക്ക് ചെയ്യിപ്പിച്ച് അവിടെ ഇരുന്ന് അവൾ കളിച്ചോണ്ടിരുന്ന് ആ ഗെയിം ഉണ്ടല്ലോ അതിന്റെ ആ ലെവൽ പാസ് ആവാനേ നോക്കാണ്. അവൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇവന് എന്തിന്റെ കേടാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരിടയ്ക്ക് ഓഫീസിൽ സൗകര്യം കൊടുക്കാതിരുന്ന ആളിപ്പതേ ഹോസ്പിറ്റലിലും തന്നെ കൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുപ്പിക്കുന്ന കണ്ടില്ലെന്നല്ല അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം ആ ഒരു ലെവൽ പാസ്സാവാനായി ലിൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ അതിന് കഴിയുന്നില്ല. കാരണം രണ്ട് കൈ ഉപയോഗിച്ച് കളിക്കേണ്ട ഒരു ഗെയിമാണിത്. പക്ഷെ ലിന്നിന് കൈ അത്ര വയ്യല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ശ്രമിച്ചു നോക്കി, പാസ്സാവുന്നില്ല എന്നൊരു നിരാശയിൽ പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ അവന് കൈ വയ്യാത്തത് കൊണ്ടാണ് അതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ അവൻ ഈസിയായി ഈ ലെവലൊക്കെ പാസ്സായനെ. അങ്ങനെ പിന്നീട് റൂമിൽ നിന്ന് പതിയെ നീസി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഡോക്ടർ ഫെങ് അവിടെ നിൽപ്പുണ്ട്. കറങ്ങി നടക്കാൻ പോവാണോ എന്ന് ഫെങ് ചോദിക്കുമ്പോൾ ഞാൻ ചുമ്മാ ഗാർഡന്റെ ഭാഗത്തേക്ക് ഒന്ന് പോവാന്ന് കരുതി ഇറങ്ങിയതാണെന്ന് അവൾ പറയുന്ന ടീം അവിടെ ലിൻ ഇരിപ്പുണ്ട്. അറിയോ, ലിന്നിന് ഒരു വലിയ ആക്സിഡന്റ് പറ്റിയിരുന്നു, അതിൽ നിന്ന് അവൻ കംപ്ലീറ്റ് ആയി റിക്കവർ ആയിട്ടില്ല എന്നിങ്ങനെ നീസിയോട് പറയുമ്പോൾ നീസി അത് കേട്ട് പതിയെ ഗാർഡന്റെ അവിടേക്ക് ചെല്ലുമ്പോഴേക്കും ലിൻ അവിടെയുണ്ട്. കൂടെ ചില കുട്ടികളും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിവിടെ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസിന്റെ കൂടെ വന്നിരിക്കുന്ന കുട്ടികളൊക്കെയാണ്. അതിലൊരു പയ്യൻ ലിന്നിനോട് പറയുന്നുണ്ട്, ഡോക്ടറല്ലേ എനിക്ക് സർജറി ചെയ്തത്, എന്റെ അച്ഛൻ ഇവിടെ അഡ്മിറ്റ് ആ, ഡോക്ടർ എന്റെ അച്ഛനും സർജറി ചെയ്യുമെന്നല്ല. ആ കുട്ടി ചോദിക്കുമ്പോൾ ലിന്നാട്ടെ എനിക്കിപ്പോ സർജറി ചെയ്യാനൊന്നും കൈ വയ്യ മോനെ ആ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് മാറി നിന്ന് നീസി കേൾക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നീസി ലിന്നിന്റെ ഡോക്ടർ ഫ്രണ്ട്സിന്റെയും കൂടെ മുന്നത്തെ കണക്ക് തന്നെ ഫുഡ് കഴിക്കാനേ പോകുന്നുണ്ട്. ആ ടീം ഒരു എമർജൻസി കോൾ വന്ന് ഈ ഡോക്ടേഴ്സ് പോകുമ്പോഴേക്കും ഒരു ലേഡി അവരുടെ മകളുടെ ചില റിപ്പോർട്ട്സ് ഡോക്ടർ ഫെങ്ങിനെ കാണിക്കാൻ കൊണ്ടുവരുമ്പോൾ മറ്റൊരു എമർജൻസി കേസ് ഉള്ളത് കൊണ്ട് തന്നെ കൂടെയുള്ള ലിന്നിനെ ആ ഒരു റിപ്പോർട്ട്സ് നോക്കാൻ ഏൽപ്പിച്ച് ഫെങ് അവിടെ നിന്ന് പോകുമ്പോൾ ലിൻ അത് നോക്കി വായിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ആക്ച്വലി ഈ മെഡിക്കൽ പരമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ലിൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന കാര്യം നീസി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനെല്ലാം ശേഷം തിരിച്ച് റൂമിലേക്ക് എത്തുമ്പോൾ അവൾ എന്തോന്ന് ആലോചിച്ച് ആ ഒരു ഗെയിം ലിന്നിനോട് ജയിക്കാനായി പറയാണ്. ഞാൻ ശ്രമിച്ചു പറ്റിയില്ല എന്ന് ലിൻ പറയുമ്പോൾ ഒന്നുകൂടെ ശ്രമിച്ചു നോക്ക്, തീർച്ചയായും പറ്റുമെന്നും പറഞ്ഞ് ലിന്നിനെ അടുത്തിരുന്ന് ഭയങ്കരമായി മോട്ടിവേറ്റ് ചെയ്ത് അവനെ ഉന്തി തള്ളി അത് കളിപ്പിച്ച് അങ്ങനെ അവൻ അത് ജയിക്കുന്നുണ്ട്. ലിൻ ആ ടീം ഒരു കൊച്ചുകുട്ടി ഗെയിം ജയിക്കുമ്പോൾ എക്സൈറ്റഡ് ആവുന്ന കണക്ക് സത്യത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ അവളും എന്തായാലും ഹാപ്പി ആവുമ്പോഴേക്കും ഒരു കാര്യം ശ്രദ്ധിച്ചോന്ന് ലിൻ ചോദിക്കുന്നു. എന്താണെന്ന് മനസ്സിലാവാതെ അവൾ ചോദിക്കുമ്പോൾ നീസിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, കംപ്ലീറ്റ് ആയി റിക്കവർ ആയി എന്ന് പറയുന്നവൻ ഡിസ്ചാർജ് ആവാൻ സമയമായി, ജോലിക്കൊക്കെ പോകേണ്ടത് അവളെ ഓർമ്മിപ്പിക്കുമ്പോൾ അവളും ചിരിക്കാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന ടീം അമ്മ നീസിയെ വിളിക്കുമ്പോൾ അവൾ ഇങ്ങനെ ചെറിയൊരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലായിരുന്നു, പേടിക്കാനൊന്നും ഇല്ലെന്ന കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞ് തിരിയുമ്പോഴേക്കും ലിൻ കാത്തിരിപ്പുണ്ടായിരുന്നു. ലിൻ അവളോട് കെയർഫുൾ ആയിരിക്കാനായി ആവശ്യപ്പെടുന്നു. വെറുതെ സ്നേഹിക്കുന്നവരെ വിഷമിപ്പിക്കുന്ന കണക്ക് ഇങ്ങനെ ഒന്നും ചെന്ന് അബദ്ധത്തിൽ ചാടരുതെന്നൊക്കെ പറഞ്ഞ് അവളെ ഒന്ന് ഉപദേശിച്ച ശേഷം അവൻ തന്നെ അവളെ ഡ്രോപ്പ് ചെയ്യാനായി അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അങ്ങനെ കാറ് ഡ്രൈവ് ചെയ്യുന്ന ടീം ലിൻ കണ്ണാടിയൊക്കെ ഇട്ടാണ് കാറ് ഡ്രൈവ് ചെയ്യുന്നത് എന്ന് കാണുന്ന നീസി അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ആക്സിഡന്റിന് ശേഷം എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ച് സൈറ്റിന്റെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് കണ്ണാടി ഉപയോഗിക്കുന്നതെന്ന് ലിൻ പറയുമ്പോൾ ഭയങ്കര ആക്സിഡന്റ് ആയിരിക്കും അല്ലേ അതെന്ന് അവൾ ഇങ്ങനെ പറയുന്ന ടീം പെട്ടെന്ന് താൻ അതിനെപ്പറ്റി ഓരോന്നും പറഞ്ഞ് ലിന്നിന്റെ മൂഡ് കളയണ്ടെന്ന് അവളെ തന്നെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ആ മൂഡ് ഒന്ന് ചേഞ്ച് ചെയ്യാനായി സാർ ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഇത്രയും എക്സലന്റ് ആയിരിക്കുന്നത് ഡോക്ടർ ആയിരുന്നപ്പോൾ ആ പ്രൊഫഷനിൽ ഭയങ്കര എക്സലന്റ് ആയിരുന്നു, ഇപ്പൊ കമ്പനി വന്നപ്പോഴും അവിടുത്തെ ജോലികൾ നന്നായിട്ടല്ല ചെയ്യുന്നത്, അതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കണോ, എന്റെ ഫ്യൂച്ചർ ബോസിന്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് കോംപ്ലിമെന്റ് ആണോ ഇതെന്നല്ല അവൻ അവളോട് തിരിച്ചു ചോദിക്കുമ്പോൾ ഞാനോ ഫ്യൂച്ചർ ബോസോ എന്ന് മനസ്സിലാവാതെ അവൾ ഒരു അടവെടുക്കുന്നുണ്ടെങ്കിലും തന്റെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞു തന്നെയാണ് ലിൻ ഇത് പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാതെ ആ ഒരു ടോപ്പിക് അങ്ങ് വിടുന്നു. അങ്ങനെ അടുത്ത ദിവസം ഓഫീസിലേക്ക് എത്തുന്ന ലിന്നാകട്ടെ ഒരു ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. അതിൽ സ്റ്റാഫ്സിനോടൊക്കെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ബാഡ് ലക്ക് ആണെന്ന് ഇപ്പോൾ ഓഫീസിൽ ഒരു സംസാരമുണ്ട്. പ്രത്യേകിച്ച് ഈ ഡിപ്പാർട്ട്മെന്റിലെ രണ്ടുപേരായ ഞാനും നീസിയും ഇപ്പൊ പരിക്കേറ്റിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ടീം ഡിന്നർ അറേഞ്ച് ചെയ്താൽ ആ ഒരു ബാഡ് ലക്ക് മാറുമെന്ന് പറയുന്നത് കൊണ്ട് ഇന്ന് നൈറ്റ് നമ്മളൊരു ടീം ഡിന്നറിന് പോവാണ്. ഡിന്നറിന്റെ ബില്ല് ഞാനും നീസിയുമാണ് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് അല്ലെങ്കിൽ നീസിയോട് പോലും ചോദിക്കാതെ പറയുമ്പോൾ ഞാൻ എന്തിനു ബില്ല് അടയ്ക്കണമെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ആ ടീം നമുക്ക് രണ്ടുപേർക്കല്ല പരിക്കേറ്റത്, അപ്പൊ നമ്മളൊരു ട്രീറ്റ് കൊടുത്താൽ അത് നല്ലതാണെന്നെല്ലാം അവൻ പറയുമ്പോൾ അവൾ അങ്ങ് തന്നെ സമ്മതിക്കുന്നു. പക്ഷെ അവൾ കൊളീഗിനോട് അയ്യോ എന്ത് ചെയ്യിപ്പോ ഇയാൾ എന്തിനാ എനിക്ക് എപ്പോഴും ഇങ്ങനെ പണി തരുന്നതെന്നെല്ലാം ലിന്നിനെ പറ്റി പറയുമ്പോൾ മിക്കവാറും ലിൻ നിന്നെ കൊണ്ട് ബില്ല് അടപ്പിക്കില്ല. പിന്നെ വേറൊരു വഴിയുണ്ട്, ഡിന്നറിന് പോകുമ്പോൾ നീ നിന്റെ പേഴ്സ് എടുത്തില്ല എന്ന് ബില്ല് അടയ്ക്കാൻ നേരം പറഞ്ഞാൽ ലിൻ തന്നെ എല്ലാം അടച്ചോളൂ എന്നൊക്കെ ഫ്രണ്ട് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും ലിൻ തന്നെയാണ് റെസ്റ്റോറന്റ് സെലക്ട് ചെയ്യുന്നത്. അത് വലിയൊരു 5 സ്റ്റാർ റെസ്റ്റോറന്റിലേക്കാണ് അവൻ കൊണ്ടുപോകുന്നത്. അവിടെ ഡിന്നറിന്
പെരുമാറിന ശേഷം ബിൽ കൗണ്ടറിലേക്ക് ലിൻ പോകുന്നുണ്ടെങ്കിലും അല്പം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് നീസിയെ ഫോൺ ചെയ്ത് വരുത്തുന്നുണ്ട്. ഇവൻ ആദ്യം ബില്ലടയ്ക്കാൻ പോയതാണെന്നാണ് അവൻ എഴുന്നേറ്റ് പോകുന്നത് കണ്ട് അവൾ വിചാരിച്ചത്. പക്ഷെ ഇവിടെ വരുമ്പോൾ അവൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഫുൾ എമൗണ്ടും അവളൊന്ന് അടയ്ക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഈ അടവ് അങ്ങോട്ട് എടുക്കാനിരുന്നതായിരുന്നല്ലോ. പക്ഷെ അതിനു മുന്നേ അവൻ അത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ വേറെ വഴിയില്ലാതെ അവൾ ഫുൾ ബില്ല് അടയ്ക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് മടങ്ങുന്ന ടീം അവൻ അവളോട് മറ്റൊരു കാര്യം പറയുന്നത്, എന്തായാലും ഞാൻ നിനക്ക് വേണ്ടി ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെലവാക്കിയ കാശൊക്കെ നീ എനിക്ക് തരണ്ടേ, അപ്പോൾ അതിങ്ങനെ തീർന്നു എന്ന് വിചാരിച്ചാൽ മതിയെന്ന്. ഓ എന്തൊരു കുരുട്ട് ബുദ്ധി, ആ കാശ് നേരിട്ട് ചോദിക്കാതെ ഇങ്ങനെ ചോദിച്ചല്ലോ എന്ന് അവൾക്ക് ഭയങ്കര ഒരു ദേഷ്യമാവുന്നുണ്ട്. അങ്ങനെ എന്തായാലും തിരിച്ചു പോകുന്ന ടീം കൊളീഗ്സ് ഒക്കെ ഇറങ്ങുമ്പോഴും അവൾ ലിനിനോട് തനിയെ സംസാരിക്കാനായി അടുത്തേക്ക് എത്തുന്നുണ്ട്. അല്ല എന്നോട് എന്ത് എപ്പോഴും ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ പെരുമാറുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ എങ്ങനെ പെരുമാറിയെന്ന് അവൻ മനസ്സിലാവാതെ ചോദിക്കുന്നുണ്ട്. അല്ല ഭയങ്കരമായിട്ട് ദേഷ്യത്തിലൊക്കെ എന്തിനാ പെരുമാറിക്കൊണ്ടിരുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ നീ കെയർലെസ് ആയിരുന്നു, പല കാര്യങ്ങളും നീ മറന്നതുകൊണ്ടാണ് ദേഷ്യം കാണിച്ചതെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ മറന്നോ എന്തെന്ന് അവൾക്ക് മനസ്സിലാവുന്നേ ഇല്ല. അവരൊക്കെ നോക്കുന്നു വേഗം പോകാനായി പറഞ്ഞ് അവൻ അവളെ കാര്യങ്ങൾ കൂടുതൽ പറയാതെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് അടുത്ത ദിവസമായിട്ട് കുറേ വർക്ക് അന്നും നീസിക്ക് ലിൻ കൊടുത്തിരുന്നത് കൊണ്ട് അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആവുന്നുണ്ട്. അവളുടെ പണി കഴിയുമ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ലിന്നും പോവാതെ അവിടെ ഉണ്ട്. ഞാൻ പോവാണ് ലേറ്റ് ആയെന്നും പറഞ്ഞ് പണി കഴിഞ്ഞ കാര്യം ഇൻഫോം ചെയ്ത് പോകാനായി അവൾ ഒരുങ്ങുമ്പോഴേക്കും വെയിറ്റ് ചെയ്യാം ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവനും കൂടെ പോന്നു. അല്ല മുന്നേ ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞില്ലല്ലോ, എന്തിനാ എനിക്ക് എപ്പോഴും ഇങ്ങനെ പണി തരുന്നതെന്നല്ല, ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതിലും കൂടുതൽ പണി തന്നെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ടല്ലോ എന്ന രീതിക്ക് അവൾ ചോദിക്കുമ്പോൾ കമ്പനിയുടെ 50% ഷെയർസ് നീസിയുടെ അച്ഛൻ്റെതാണെന്ന് അറിയാലോ. അപ്പോൾ തീർച്ചയായും കമ്പനിക്ക് വരുന്ന പ്രോഫിറ്റിൽ 50% തീർച്ചയായും നീസിയുടെ അച്ഛന് തന്നെ കിട്ടും. അതായത് നീസിയുടെ ഫാമിലിയിൽ കിട്ടുന്ന ആ ഒരു എമൗണ്ട് നീസിക്കും കൂടി ഉള്ളതല്ലേ. അപ്പോൾ നീസി മറ്റുള്ളവർ എടുക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ പണിയെടുത്താൽ അത് കമ്പനിക്കും നീസിക്കും ഒക്കെ നല്ലതല്ലേ എന്നായിരുന്നു ലിന്നിന്റെ ചോദ്യം. ഓ അങ്ങനെയാണോ മിസ്റ്റർ ലിൻ എന്ന് അവൾ അത് കേട്ട് ചോദിക്കുമ്പോഴേക്കും എന്നെ ലിൻ എന്ന് വിളിച്ചൂടെ, എന്തിനാ മിസ്റ്റർ ലിൻ എന്ന് വിളിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ കൂട്ടത്തിൽ തന്നെ അങ്ങനെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾ തമ്മിലൊരു വളരെ ഫോർമൽ റിലേഷൻഷിപ്പ് ഉള്ള കണക്ക്, നിങ്ങൾ ഏതാണ്ട് എന്റെ ബോസ് എന്ന കണക്കാണ് എനിക്ക് തോന്നുന്നതെന്നും കൂടി അവൻ പറയുമ്പോൾ എന്തായാലും നീസി അവിടെ നിന്ന് പോകാനേ ഒരുങ്ങുമ്പോഴേക്കും ഒരു ഓയിൽമെന്റ് അവളുടെ നെറ്റിൽ ആ മുറിവ് മാറാനായി വാങ്ങിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ലിൻ നൽകുമ്പോൾ ഇതൊരു ചെറിയ മുറിവല്ല, അതിന്റെ പാടും വലിയ കുഴപ്പമൊന്നും ഇല്ലാന്നെല്ലാം അവൾ പറയുമ്പോഴേക്കും ഈ പരിപാടിക്ക് വരുമ്പോൾ റെഡി ആവണ്ടേ എന്ന് പറഞ്ഞ് അവനൊരു ഇൻവിറ്റേഷൻ കാണിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഈ വരുന്ന ന്യൂ ഇയറിന്റെ ദിവസം ഷാങ്കയിൽ വെച്ച് ലിന്നിന്റെ ഒരു ഫ്രണ്ടിന്റെ വെഡിങ് നടക്കാൻ പോവാണ്. ഈ ഫ്രണ്ടാണ് മുന്നേ നീസി വീണ ടീം ആ ഒരു ഒച്ചയിട്ടത് കേട്ടാണല്ലോ നീസി വീണത്. അപ്പോൾ അതിനൊരു അപ്പോളജൈസ് എന്ന രീതിയിൽ നീസിയെ പ്രത്യേകമായി വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇൻവിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നീസി റൂമിലെത്തി അവളുടെ റൂംമേറ്റ്സിനെ ഇതെല്ലാം കാണിക്കുമ്പോൾ വെഡിങ് ഇൻവിറ്റേഷനിൽ ലിന്നിന്റെ പേരിന്റെ കൂടെ അവളുടെ പേരിന് ചേർത്ത് എഴുതിയിട്ടുണ്ട്. അത് എക്സ്ട്രാ എഴുതി വെച്ചേക്കാണ്. ഇത് ഈ ലിന്നാണോ എഴുതിയെന്നെല്ലാം വീണ്ടും ഫ്രണ്ട്സ് ഇത് കണ്ട് അവളെ കളിയാക്കുമ്പോൾ അത് ആ ഒരു ഫ്രണ്ട് തന്നെ എഴുതിയതായിരിക്കും എന്നെല്ലാം നീസിയും പറയുന്നു. അപ്പോഴേക്കും നീസിയുടെ കോളേജിൽ അവളുടെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി ഫോൺ ചെയ്ത് അവളുടെ കല്യാണമാണ് ജനുവരി 2 കല്യാണം, ജനുവരി 1 നമ്മൾ വെന്യൂ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്, അപ്പൊ നീ 1 തീയതി തന്നെ വരണമെന്നൊക്കെ പറയുമ്പോൾ 1 തീയതി ആണല്ലോ ലിന്നിന്റെ കൂടെ അറ്റൻഡ് ചെയ്യേണ്ട കല്യാണമുള്ളത്. അതുകൊണ്ട് തന്നെ അവള് എനിക്ക് അന്ന് തിരക്കാണെന്നെല്ലാം പറയുമ്പോൾ ന്യൂ ഇയർ അല്ലേ ജനുവരി 1, അന്ന് ജോലിയൊന്നും ഇല്ലല്ലോ, നീ വരണമെന്നെല്ലാം പറയുമ്പോൾ സോറി എനിക്ക് വേറൊരു തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവൾ എങ്ങനെയും ലിന്നിന്റെ കൂടെ പോകണം, കാരണം അത്രയും കാര്യമായിട്ട് വിളിച്ചതല്ലേ. അപ്പോൾ ഈ ഫ്രണ്ടിന്റെ കല്യാണം ജനുവരി 2 അപ്പോൾ തന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് ജനുവരി 2 പോകാം, ജനുവരി 1 ലിന്നിന്റെ കൂടെ ആ കല്യാണത്തിന് പോകണം എന്ന് തന്നെ പ്ലാൻ ചെയ്യാണ്. ആക്ച്വലി റോങ് ഉള്ളത് കൊണ്ടും കൂടിയാണ് അവൾ അവിടെ പോകാനായി കുറച്ച് മടിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ ഫ്രണ്ട്സായിട്ടൊന്നും യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ് ഒക്കെ അവൾ വിദേശത്താണെന്നൊക്കെയാണ് കരുതിയിരുന്നത്. ഇപ്പോഴാണ് അവർക്ക് അവൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാവുന്നതും അങ്ങനെ വിളിക്കുന്നതും. എന്തായാലും അവളാകട്ടെ ഓഫീസിൽ വെച്ച് ലിന്നിനെ കാണുമ്പോൾ വെഡിങ്ങിന് കൂടെ ചെല്ലുന്ന കാര്യം കൺഫേം ചെയ്യുന്നുണ്ട്. പിക്കാനെ അന്ന് രാവിലെ അവളുടെ ഹോസ്റ്റലിൽ അവിടെ എത്താമെന്ന് അവനും പറയുന്നു. അങ്ങനെ അവൾ ന്യൂ ഇയർ ദിവസമാണല്ലോ ആ ഒരു വെഡിങ്ങിന് പോകേണ്ടത്. പക്ഷെ അന്ന് ഭയങ്കരമായ തണുപ്പൊക്കെ കാരണം ലേറ്റ് ആയിട്ടാണ് എണ്ണിക്കുന്നത്. സമയം പോയതുകൊണ്ട് തന്നെ അവൾ വേഗം എന്തോ കൈ കിട്ടിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി താഴേക്ക് എത്തുമ്പോഴേക്കും ലിൻ കുറേ നേരമായിട്ട് അവളെ വെയിറ്റ് ചെയ്ത് അങ്ങനെ കാറിലിരിക്കായിരുന്നു. അവൾ വരുന്നത് കാണുമ്പോഴേ അവൾ ഈ ഒരു തണുപ്പത്ത് കുറച്ച് കംഫോർട്ടായിട്ടുള്ള ഡ്രസ് ഇട്ടുകൊണ്ടാണ് വരുന്നത്. പക്ഷെ ഒരു വെഡിങ്ങിന് വരുന്ന കണക്കല്ല വരുന്നത് എന്ന് മനസ്സിലാക്കുന്നവൻ വെഡിങ്ങിന്റെ അവിടേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു സ്ഥലത്ത് പോകാമെന്നും പറഞ്ഞു അവന് പരിചയമുള്ള ഒരാള്, അതായത് അവന്റെ ഒരു ഫോർമർ പേഷ്യന്റ് ആയിരുന്നു ആ ലേഡി, അവർ നടത്തുന്ന ഒരു ബൊട്ടിക്കിന്റെ അവിടേക്കാണ് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ലിന്നിനെ അവിടെ കണ്ടപാടെ എത്ര നാളായി കണ്ടിട്ടെന്നും പറഞ്ഞ് സംസാരിക്കുന്നവർ ലിന്നിന്റെ കൂടെ വന്നിരിക്കുന്നത് അവന്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും, ഇവരൊരു കപ്പിളായിരിക്കും എന്ന് കരുതി ആ രീതിയിൽ സംസാരിക്കുമ്പോൾ അവനായിട്ട് അത് തിരുത്താനൊന്നും നിൽക്കുന്നില്ല. കാരണം ഇവന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് കരുതിയ ഇപ്പൊ പർച്ചേസ് ചെയ്യുന്ന ഡ്രസ്സിന് അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടുമെന്നും അവൻ അറിയാം. അങ്ങനെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടാൽ മതി, ലിന്നിന് സമയം പോയില്ല, താൻ ലേറ്റ് ആയിട്ടല്ല വന്നതെന്നുള്ള ടെൻഷനിലാണ് അവൾ നിൽക്കുന്നതെങ്കിലും നല്ലൊരു ഡ്രസ്സ് സമയം എടുത്ത് തന്നെ സെലക്ട് ചെയ്യാനായാണ് ലിൻ അവളോട് പറയുന്നത്. തുടർന്ന് അവർ കുറേ ഡ്രസ്സ് അവിടെ ട്രൈ ചെയ്ത് അവൾക്ക് ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് അത് സെലക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ പിന്നീട് മറ്റൊരു സ്റ്റാഫ് ഹെയർ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ലിൻ തന്നെ നോക്കുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് അവൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ലിൻ നോക്കുന്നത് അവൾ കാണുന്നില്ല, നോക്കാതിരിക്കുന്നതാണ് അവൾ കാണുന്നത്. അങ്ങനെ റെഡിയായി വരുന്നവൾ ലിൻ അപ്പോഴേക്കും പേയ്മെന്റ് ചെയ്തു എന്നാണ് അറിയുന്നത്. മുന്നേ ഗേൾ ഫ്രണ്ട് ആണെന്ന രീതിക്ക് ഇവർ സംസാരിച്ചപ്പോൾ ലിൻ നൈസായി അവളോട് പറഞ്ഞിരുന്നു തിരുത്താൻ നിൽക്കണ്ട, ഡിസ്കൗണ്ട് വല്ലതും കിട്ടിയാലോ എന്ന്.
അതുകൊണ്ട് തന്നെ എത്രയായി പേ ചെയ്തത്, എത്ര പേയ്മെന്റ് ഡിസ്കൗണ്ട് കിട്ടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന ലിന്നിന്റെ ആ ഒരു പേഷ്യന്റ് ആയ ആ ഒരു ബൊട്ടിക് ഓണർ, അയ്യോ പേയ്മെന്റ് ഒന്നും ചെയ്യണ്ടായിരുന്നല്ലോ, ഞാൻ ആ പേയ്മെന്റ് ഇപ്പൊ തന്നെ തിരിച്ചയക്കാന്നൊക്കെ പറയുമ്പോൾ വേണ്ട, ഇത് എന്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടി ഞാൻ വാങ്ങുന്ന ഒരു കാര്യമില്ല, അതുകൊണ്ട് പേയ്മെന്റ് ഒന്നും മേടിക്കാതിരിക്കണ്ടെന്നെല്ലാം അവനും പറയുന്നു. അങ്ങനെ ആ ഒരു വെഡിങ് വെന്യൂവിന്റെ അവിടേക്ക് ലിൻ നീസിയും കൂട്ടി പോകുന്നു. അപ്പോഴേക്കും പെണ്ണും ചെറുക്കനും ഫോട്ടോഷൂട്ടിലായിരുന്നു. ലിൻ ഇങ്ങനെ ഇവളെയും കൂട്ടി വരുന്നത് കാണുമ്പോൾ ആക്ച്വലി ആ ഒരു കല്യാണ പെണ്ണ് ഒന്ന് അമ്പരന്ന് നോക്കുന്നുണ്ട്. പക്ഷെ അവരെന്തെങ്കിലും പറയും മുന്നേ നീ ഇൻവൈറ്റ് ചെയ്തത് കൊണ്ടാണ് പ്രത്യേകമായിട്ട് നീസി കൂടെ വന്നതെന്നൊക്കെ പറയുമ്പോൾ കല്യാണ പെണ്ണിന്റെ കാര്യം മനസ്സിലാവുന്നുണ്ട്. പുള്ളിക്കാരി ലിന്നിന്റെ ഫ്രണ്ടാണ്. അപ്പോൾ ലിൻ ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വരാനായി താൻ വിളിച്ച കണക്ക് ഒരു എക്സ്ക്യൂസ് കൊടുത്തതാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ തീർച്ചയായും ലിൻ നീസിയെ സോറി പറയാനായി തന്റെ ഫ്രണ്ട് കല്യാണത്തിന് ക്ഷണിച്ചു എന്ന് പറഞ്ഞ് അവളെ കൂടെ കൂട്ടാനായി ഒരു നമ്പർ ഇട്ടതാണെന്ന്. എന്തായാലും താനെന്ന് ഉച്ച വെച്ചുകൊണ്ട് വീണ് ഹോസ്പിറ്റലായത് ഈ നീസിയാണെന്ന് മനസ്സിലാക്കുന്ന ആ ഫ്രണ്ട് നീസിയോട് അവിടെ സോറിയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതേ കല്യാണം അറ്റൻഡ് ചെയ്യാനായി നമ്മുടെ ഡോക്ടർ ഫെങ്ങും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ലിൻ നീസിയും കുട്ടി വരുന്ന കാണുന്ന ഡോക്ടർ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഇവൻ ഇത് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് എന്ന ആ ഒരു രീതിക്ക്. എന്തായാലും അവിടെ വെച്ച് തന്റെ ഒരു പ്രൊഫസറിനെ അലിൻ കാണുന്നുണ്ട്. പ്രൊഫസറിനോട് സംസാരിക്കുമ്പോൾ ആക്സിഡന്റിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിനുശേഷമുള്ള റിക്കവറിയെ പറ്റിയൊക്കെ തന്നെ പ്രൊഫസർ അവനോട് സംസാരിക്കുകയും കൂടെ നിൽക്കുന്ന നീസി കണ്ട് ഇതാരാ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ടീം ഇപ്പൊ ഗേൾ ഫ്രണ്ട് അല്ല, പക്ഷെ അധികം വൈകാതെ ആവുമെന്ന് ലിൻ ഇങ്ങനെ പറഞ്ഞ് നീസിയെ നോക്കുമ്പോൾ അവൾ ആ മറുപടി കേട്ട് ചമ്മുന്നുണ്ട്. ഇവൻ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നു, ഒരാളോട് പറയുന്നു ഗേൾ ഫ്രണ്ട് ആണെന്ന്, ഇവിടെ പറയുന്നു ഗേൾ ഫ്രണ്ട് ആക്കാൻ പോവാണെന്ന്, എന്നാണ് ലിന്നിന്റെ ഉദ്ദേശം എന്നേ അവൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പിന്നീട് ഫെങ്ങിന്റെ ഒക്കെ കൂടെ ചെന്ന് ലിന്നും നീസി ഇരിക്കുമ്പോഴേക്കും ഫെങ് ലിന്നിനെ ലേറ്റ് ആയി വന്നു, അതിനുള്ള പെനാൽറ്റി ആണെന്ന് പറഞ്ഞ് വൈൻ കുടിക്കാനേ ആവശ്യപ്പെടുന്നു. 3 ഗ്ലാസ് വൈൻ കുടിക്കാനായി പറയുമ്പോഴേക്കും എനിക്ക് പകരം നീസി കുടിക്കും, എനിക്ക് തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോകേണ്ടതാണെന്നെല്ലാം ലിൻ പറയുമ്പോൾ ലിൻ അങ്ങ് ഓവറായിട്ട് തന്നോട് അതും ഇത് പറയുന്നുണ്ടല്ലോ ഒന്നും പറ്റില്ല. നീസി അത് കേട്ടോണ്ടിരിക്കുകയാണ്. എന്തായാലും അതിനുശേഷം നീസി കല്യാണ പെണ്ണിന് അവളുടെ ഒരു ചെറിയ ഗിഫ്റ്റായി ഒരു റെഡ് കവറിലിട്ട് പൈസ കൊടുക്കുമല്ലോ ഇങ്ങനെ സ്പെഷ്യൽ ഇവന്റ്സിലൊക്കെ, കൊടുക്കാനേ ഒരുങ്ങുമ്പോൾ വേണ്ട ഞാൻ കൊടുത്തോളാം എന്നിങ്ങനെ ലിൻ പറയുന്നുണ്ടെങ്കിലും നീസി അത് കൊടുക്കുമ്പോൾ ലിൻ വാങ്ങാൻ പറഞ്ഞതുകൊണ്ട് തന്നെ കല്യാണ പെണ്ണ് അത് വാങ്ങുന്നു. അങ്ങനെ ഹാപ്പിയായി അവിടെ അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ അവിടെ ഒരു ചെറിയ ക്വിസ് പോലെ ചെറുക്കനെയും പെണ്ണിനെ എടുത്ത് ചെയ്യുന്നുണ്ട്. അതിനകത്ത് എപ്പോഴാണ് ആദ്യമായി കണ്ടതെന്ന ചോദ്യത്തിന് ചെറുക്കൻ ഉത്തരം തെറ്റിച്ച് പറയുമ്പോൾ അതിനുള്ള പണിഷ്മെന്റായി പെൺകുട്ടിയെ എടുത്തുകൊണ്ട് നടക്കാനായി ഒരു പണിഷ്മെന്റ് ചെറുക്കന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കാണുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആരും ഓർത്തു വെക്കുമെന്നല്ല നീസി അവിടെ പിറുപിറുക്കുന്നത് കേൾക്കുന്ന ലിന്നാട്ടെ 2011 ജനുവരി 15 രാത്രി ഒരു 7:28 ആയി കാണും. അപ്പോഴാണ് ആദ്യമായി ഞാൻ കണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന നീസി നിങ്ങൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെ ആദ്യമായിട്ട് കണ്ട ഡേറ്റ് ആണോ അത്? അപ്പോ ഇത്രയും ഓർമ്മയോ, ഇത്രയും വർഷം മുന്നേ നടന്ന കാര്യം? ഫ്യൂച്ചർ വൈഫ് വളരെ ലക്കി തന്നെയാണെന്നെല്ലാം അവനോട് പറയുന്നുണ്ട്. ആക്ച്വലി ഇവളാണ് അവന്റെ മനസ്സിലുള്ളത്, ഇവളെ വർഷങ്ങൾക്ക് മുന്നേ കണ്ട ആ ഒരു ഡേറ്റ് ആണ് അവൻ ഇവിടെ പറയുന്നത് എന്നതൊന്നും അവൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ അവർ അത് ഇത് സംസാരിച്ച് വെഡിങ്ങിന്റെ അവിടുന്ന് പതിയെ പോകാനായി പുറത്തേക്ക് നടക്കുമ്പോഴേക്കും നല്ല മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. അവൾ അത് കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നത് കണ്ട് അവനും ഹാപ്പി ആയി. ശരി ഇവിടെ നിൽക്കി, ഞാൻ കാർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും അതേ സ്ഥലത്തേക്ക് അടുത്ത ദിവസം കല്യാണം കഴിക്കാൻ പോകുന്ന നീസിയുടെ ആ ഒരു ഫ്രണ്ടും ബാക്കി ഫ്രണ്ട്സും ഒക്കെ എത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ സ്വാങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. സ്വാങ്ങിനെ അവൾ ഇവിടെ വെച്ച് കാണുമ്പോൾ കൂട്ടത്തിൽ റോങ് ഉള്ളതുകൊണ്ട് തന്നെ വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല. കൂടാതെ ഇവിടെ കാണുമ്പോഴാണ് അവൾ കോളേജ് പഠനത്തിന് ശേഷം വിദേശത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വിദേശത്തേക്ക് പോയെന്ന് ഇവർ കരുതിയത് അവൾ 2 മാസത്തെ ഒരു വെക്കേഷൻ ട്രിപ്പിന് കസിന്റെ കൂടെ പോയതാണെന്ന് ഒക്കെ ഇവർക്ക് മനസ്സിലാവുന്നത്. എന്തായാലും അവരൊക്കെ ആകെ സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. തുടർന്ന് സംസാരിക്കുന്ന ടീം സ്വാങ് അവളോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ റോങ്ങിന് അത് ഇഷ്ടപ്പെടാതെ റോങ് അവരുടെ ഇടയിൽ കയറി അവളോട് സംസാരിക്കുകയാണ്. എന്തായാലും കോളേജിൽ വെച്ച് നടന്ന മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്നൊക്കെ സോറി എന്നൊക്കെ റോങ് ചുമ്മാ സ്വാങ്ങിന്റെയും നീസിയുടെയും കോൺവെർസേഷൻ അവിടെ തടസ്സപ്പെടുത്താനായി പറയുന്നുണ്ട്. നീ ഹാപ്പിയാണോ? ഞാൻ എന്റെ ഹാപ്പിനെസ് കണ്ടെത്തി മുന്നോട്ട് പോവാണെന്നില്ല സ്വാങ്ങിന്റെ അടുത്ത് ചേർന്ന് നിന്നുകൊണ്ടൊക്കെ റോങ് മനസ്സിൽ ഇപ്പോഴും പഴയ കാര്യങ്ങൾ ഉള്ളത് വെച്ച് സംസാരിക്കുമ്പോൾ നീസിക്ക് അത് കുറച്ച് അൺകംഫർട്ടബിൾ ആവുന്നുണ്ടെങ്കിലും ഭാഗ്യത്തിന് അപ്പോഴേക്കും ലിൻ അങ്ങോട്ടേക്ക് വരുന്ന കാണുന്ന അവൾ ആ ഒരു ഓക്വേർഡ് ആയ സിറ്റുവേഷനിൽ നിന്നൊന്നും മാറാനായി പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും സ്വാങ് പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് പോകാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ അപ്പോഴേക്കും ലിന്നിന്റെ അടുത്ത് എത്തുന്നുണ്ട്. സ്വാങ് പിന്നെ അടുത്തേക്ക് പോകാതെ നിൽക്കുന്നിടത്ത് തന്നെ വളരെ അപ്സെറ്റ് ആയി ഇവരെ നോക്കി നിൽക്കാണ്. ഇതൊക്കെ ആരാണെന്ന് അവൾ അത്രയും നേരം സംസാരിച്ചു നിന്നവരെ നോക്കി ലിൻ ചോദിക്കും. എന്റെ ക്ലാസ്മേറ്റ്സ് ആണെന്ന് അവൾ പറയുന്നതും അവളുടെ മുഖം മാടിയിരിക്കുന്നതും സ്വാങ് അവിടെ നിൽക്കുന്നതും ഒക്കെ കാണുന്ന ലിന്നിന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അവൻ വേഗം അവളുടെ കൈ പിടിച്ച് വാന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് പോയി സംസാരിക്കുകയാണ്. ഇതാരും നിന്റെ ബോയ് ഫ്രണ്ട് ആണോ? അപ്പൊ അതുകൊണ്ടല്ലേ കല്യാണത്തിന് മുന്നേ ഒന്നും വരില്ല എന്ന് പറഞ്ഞ് കല്യാണ ദിവസം തന്നെ വരാന്ന് പറഞ്ഞത്? ബോയ് ഫ്രണ്ടിന്റെ കൂടെ അടിച്ചു പൊളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കുന്ന ആ ഒരു ടൈം തന്നെ നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടതെന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ലിന്നിനെ ഈ കൂട്ടത്തിൽ സ്വാങ് മാത്രമല്ല മുന്നേ കണ്ടിട്ടുള്ളൂ, ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണെന്നൊക്കെ ഇവർ മറുപടി പറയുന്നത് ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ ചോദിച്ച് ബാക്കി ഫ്രണ്ട്സ് സംസാരിക്കുന്നത് ഒക്കെ തന്നെ സ്വാങ്ങിന് ഇഷ്ടപ്പെടുന്നില്ല. സ്വാങ് ഭയങ്കര സങ്കടത്തിൽ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ശരി നാളെ കല്യാണത്തിന് കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇവരെ തനിച്ചാക്കി പോകുമ്പോഴേക്കും നീസി അപ്പൊ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കാണ്. സ്വാങ്ങിനെയും റോങ്ങിനെ ഇങ്ങനെ ഒന്നിച്ച് കണ്ടതല്ലേ, നമുക്ക് തിരിച്ചു പോവാന്ന് ഇവരുടെ കമ്പനിയൊക്കെ ഉള്ള സ്ഥലത്തേക്ക്, അതായത് ഇവർ താമസിക്കുന്ന കമ്പനിയുടെ അടുത്ത സ്ഥലമല്ലേ, ഇവരിപ്പോ മാരേജ് അറ്റൻഡ് ചെയ്യാനേ കുറച്ച് ദൂരേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നതിനെ പറ്റി നീസി പറയുമ്പോൾ നമുക്ക് പോവാം, പക്ഷെ അതിന് മുന്നേ നമുക്ക് കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാം. നീ അപ്സെറ്റ് ആയിരിക്കുമ്പോൾ ചിയർ ആവാൻ വേണ്ടി എന്ത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഗെയിം കളിക്കാൻ ഇഷ്ടമാണെന്ന് അവൾ പറയുന്ന ടീം എങ്കിൽ നമുക്കൊരു ഗെയിം കളിക്കാൻ പോകാമെന്ന് പറഞ്ഞു അവരങ്ങനെ അവിടെ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഗെയിം കളിക്കാന്ന് കേൾക്കുമ്പോൾ തന്നെ അവളും ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അവൾ ഹാപ്പിയായി ഗെയിം കളിക്കാനായി കാശ് എടുക്കാനായി ലിന്നിന്റെ കയ്യിലുള്ള കാശ് തികയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് വേഗം ഇവിടെ ഒരു ATM
ATM ഉണ്ട്, അവിടെ പോയി ക്യാഷ് എടുക്കാന്ന് പറഞ്ഞ് തുള്ളിച്ചാടി പോകുമ്പോൾ അവളുടെ ആ ഒരു സന്തോഷമൊക്കെ കണ്ട് വളരെ ഹാപ്പിയായി ലിന്നും പിറകെ പോവാണ്. അങ്ങനെ ലിൻ ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു. ആദ്യം നമ്മൾ കാണുമ്പോൾ ലിൻ വളരെ സീരിയസ് ആയിരുന്നില്ല, ആക്സിഡന്റിനൊക്കെ ശേഷം ചിരിക്കുന്ന പോലും കാണാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നീസിയും ലിന്നും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, പ്രത്യേകിച്ച് ഇപ്പൊ നടന്ന ആ ഒരു സംഭവത്തിന് ശേഷം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അവരിപ്പോ നല്ല രീതിയിലാണ് കാണുന്നതും മിണ്ടുന്നതും ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ. പക്ഷെ ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നന്നായിട്ട് പോയപ്പോൾ നീസിയും ലിന്നും തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ സ്വാങ്ങിനെ സംബന്ധിച്ച് ഭയങ്കര സങ്കടകരമായ ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഈ ഒരു ലവ് ട്രയാങ്കിളിന് ശേഷം എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.